ഹായ് ഓൾ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇപ്പം ഈ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റി ട്രേഡർ അർജുൻ എന്ന യൂട്യൂബ് ചാനലാണ്. ഇതിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഓക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ഡിസ്കഷനും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ കുറച്ച് നാളായല്ലേ നമ്മളിപ്പോൾ വീഡിയോസും കാര്യങ്ങളും എല്ലാം പോസ്റ്റ് ചെയ്തിട്ട് നിയർലി ഒരു 3 to 4 months ആയി നമ്മളിപ്പോൾ ഒരു പുതിയൊരു വീഡിയോസും കാര്യങ്ങളും എല്ലാം പോസ്റ്റ് ചെയ്തിട്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോഴും സ്റ്റിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് ഞാനിപ്പം ഫോറക്സ് മാർക്കറ്റും കൂടെ നോക്കുന്നുണ്ട്. ഓക്കെ, ഫോറക്സ് മാർക്കറ്റ് നേരത്തെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ചലഞ്ച് അങ്ങനത്തെ ആ ഒരു സെഷനിലും കാര്യങ്ങളിലും ഒക്കെ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് ഫോറക്സ് മാർക്കറ്റിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് 24/5 ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 9 o'clock to 3:30 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ടൈം വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്ക്രീൻ ടൈം കാര്യങ്ങളും എല്ലാം കൂടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സാറ്റർഡേ സൺഡേ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബാക്ക് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു അനാലിസിസിന് വേണ്ടിയാണ് നമുക്ക് ടൈം പോകുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഇടുക എന്നുള്ളതെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഫണ്ടിങ്, അതായത് ഫോറക്സ് ട്രേഡിങ്ങിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, ഫോറക്സിൻ്റെ നല്ല ബ്രോക്കർ ഏതാണ്, ഫോറക്സ് മാർക്കറ്റ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതിന് എല്ലാത്തിനും ഉള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ആൻസറുമായിട്ടാണ് ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ആക്ച്വലി നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ നമുക്ക് ഇന്ത്യയിൽ പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രോക്കർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും എക്സ്നസ് എന്ന് പറയും. ബട്ട് ആക്ച്വലി ഈ എക്സ്നസിൽ ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ എക്സ്നസിൽ ട്രേഡ് ചെയ്യുന്നില്ല. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സെബി, അതായത് നമ്മുടെ ഫയേഴ്സ്, അങ്ങനെ ഇഷ്ടംപോലെ ബ്രോക്കേഴ്സ് ഉണ്ട്, സെറോദ, അങ്ങനെ ഇഷ്ടംപോലെ ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പം ഇതിനെല്ലാത്തിനും എന്താണ് ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്കൊരു റെഗുലേറ്റിംഗ് ബോഡി ഉണ്ട്, അതായത് സെബി. അതായത് നമുക്ക് നമ്മുടെ ഈ ബ്രോക്കറിൽ നിന്ന് പൈസ പോവുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കംപ്ലയിൻറ്റ് ചെയ്ത് അങ്ങനെ പ്രൊസീഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് പൈസ റീഫണ്ട് കിട്ടും. ഓക്കെ, 100% നമുക്ക് പൈസ റീഫണ്ട് കിട്ടും. അപ്പം അങ്ങനെ ഒരു റെഗുലേറ്റിംഗ് ബോഡിയാണ് സെബി. സോ അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഈ ഫോറക്സ് മാർക്കറ്റിൽ ആക്ച്വലി നമുക്ക് എന്താണ് ഒരു റെഗുലേറ്റിംഗ് ബോഡി ഇല്ല. ഓക്കെ, അതായത് ഇപ്പോൾ എക്സ്നസ് വഴി നിങ്ങളിപ്പോൾ പൈസ ആഡ് ചെയ്ത് വന്നിട്ട് നിങ്ങൾക്ക് പൈസ വിഡ്രോവൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്നസിന് മാത്രമേ നിങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇനി പൈസ കിട്ടിയില്ല എന്ന്. അവർക്ക് മാത്രമേ അല്ല അവരുടെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലാതെ നമുക്കിപ്പോൾ പൈസയ്ക്ക് വേണ്ടി ഇപ്പം സെബിയിലോ അതൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു റെഗുലേറ്റിംഗ് ബോഡി അല്ലെങ്കിൽ റെഗുലേറ്റിംഗ് ഫേം നമുക്ക് എന്താണ് ഫോറക്സ് മാർക്കറ്റിലില്ല. അതുകൊണ്ടാണ് നമുക്ക് എന്താണ് ഫോറക്സ് മാർക്കറ്റ് ലീഗലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഗലാണെന്ന് പറയാൻ പറ്റില്ല, ഇല്ലീഗലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലീഗലാണെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം നല്ലൊരു ബ്രോക്കർ നോക്കുക, ബ്രോക്കറിൽ ട്രേഡ് ചെയ്യുക. ഓക്കെ, പിന്നെ അതേപടി തന്നെ നമുക്ക് എന്താണ് ഫോറക്സ് മാർക്കറ്റിൽ നമുക്ക് ഇപ്പം ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുവാണെങ്കിൽ എന്താണ് ഇപ്പോൾ ഫയേഴ്സ്, ഓക്കെ, ഫയേഴ്സ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ സെറോദ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ എന്താണ് ബ്രോക്കറിൻ്റെ നെയിമാണ് സെറോദ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിൽ സെറോദയിൽ യൂസ് ചെയ്തേക്കുന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഏതൊക്കെയാണ്? ട്രേഡിംഗ് വ്യൂ ആസസ് ഉണ്ട്, പിന്നെ എന്താണ് കൈറ്റ് എന്ന് പറയുന്ന ആസസ് ഉണ്ട്. ഓക്കെ, ആ പ്ലാറ്റ്ഫോമിൽ ആസസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് എന്താണ് സെറോദ, അതായത് നമുക്ക് വേറെ ബ്രോക്കർ അല്ലെങ്കിൽ വേറെ പ്ലാറ്റ്ഫോമിലോട്ട് നമുക്ക് പോകണ്ട. ഓക്കെ, ട്രേഡിങ് കാര്യങ്ങളെല്ലാം, കാരണം നമ്മൾ ബൈ സെല്ല് എല്ലാം ചെയ്ത് വിഡ്രോയിലും കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സിമ്പിളായിട്ട് ഈസി സ്റ്റെപ്പാണ് നമുക്ക് സെറോദ ഇന്ത്യൻ മാർക്കറ്റിൽ പൈസ ട്രേഡ് ചെയ്യുന്നതും പൈസ വിഡ്രോ ചെയ്യുന്നതും ആഡ് ചെയ്യുന്നതും എല്ലാം വളരെ എളുപ്പമാണ്. പക്ഷേ നമുക്ക് ഫോറക്സ് മാർക്കറ്റിലോട്ട് വരുമ്പോൾ എന്താണ് എക്സ്നസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്താണ് ഒരു ബ്രോക്കറാണ് ആക്ച്വലി. ആ ബ്രോക്കർ എന്താണ് ആ ഒരു ബ്രോക്കറിൽ നമുക്കൊരിക്കലും ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ബ്രോക്കറിനകത്ത് നമുക്ക് പല പല പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അതായത് MT4 MT5 അതെന്ന് പറയുന്നത് എന്താണ് പ്ലാറ്റ്ഫോംസാണ്. നമുക്ക് ട്രേഡ് അതായത് ചാർട്ട് നോക്കി ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോംസും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്താണ് എക്സ്നസ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണ് എക്സ്നസിൽ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്ത്, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്താണ് ഈ ഫോറക്സ് മാർക്കറ്റിൽ ഇന്ത്യയിൽ നോർമലി ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നതെന്ന് പറയുന്നത് ഫണ്ടിങ് എക്സാം, അതല്ലെങ്കിൽ ഫണ്ടഡ് അക്കൗണ്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതായത് നമ്മൾ ഇവരുടെ ഒരു എക്സാം ചാലഞ്ചസ് പാസ്സായി കഴിഞ്ഞാൽ ഇവർ നമുക്ക് എന്താണ് റിയൽ മണി തരും. അപ്പോൾ ആ ഒരു പൈസയ്ക്ക് നമ്മൾ ട്രേഡ് ചെയ്തിട്ട് നമ്മുടെ പ്രോഫിറ്റിൻ്റെ എന്താണ് സ്പ്ലിറ്റ്, അവർക്ക് കുറച്ച് പെർസെൻറ്റേജ് കിട്ടും, നമുക്ക് കുറച്ച് പെർസെൻറ്റേജ് കിട്ടും. അങ്ങനത്തെ ഒരു ഫണ്ടിങ് പേയ്മെൻറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ വന്നേക്കുന്നത്. ഓക്കെ, ഇതിൽ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ 2 അക്കൗണ്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഒന്ന് ഫണ്ടിങ് പിപ്സ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടും രണ്ടാമതെന്ന് പറയുന്നത് ഫയേഴ്സ്. ഓക്കെ, 5% ഫയേഴ്സ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടുമാണ്. ഈ 2 പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ഇതിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫണ്ടിങ് പിപ്സ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റിംഗ്
ഫണ്ടിങ് ഫേമാണ്. ഫോറക്സിൻ്റെ ഒരു ഫണ്ടിങ് ഫേമാണ് ഇവർ. UAE ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫണ്ടിങ് ഫേമാണ്. ഓക്കെ, അപ്പം ഇതിൽ ഇവരുടെ ചലഞ്ചസ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചലഞ്ചസ് ഉണ്ട്. അതായത് സീറോ, അതായത് നമുക്ക് സ്റ്റെപ്പുകളൊന്നും വേണ്ട, ഡയറക്റ്റ് തന്നെ ഒരു ഫണ്ട് അക്കൗണ്ട് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു. ഓക്കെ, എന്നിട്ട് അതിൽ ട്രേഡ് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ കമ്മീഷനും കാര്യങ്ങളും ഒക്കെ ഒന്ന്. പിന്നെ 1 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഒരു സ്റ്റെപ്പ്, അതായത് ഒരു എക്സാം നമ്മൾ പാസ്സാവുന്നു, എന്നിട്ട് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് എന്താണ് ഫണ്ട് അക്കൗണ്ടിലോട്ട് പോകുന്നു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 2 സ്റ്റെപ്പ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് 2 സ്റ്റെപ്പ്, അതായത് ഒന്ന് ഫേസ് 1 ഉണ്ട്, ഒന്ന് ഫേസ് 2 ഉണ്ട്. ഈ 2 ഫേസ് പാസ്സായി കഴിയുമ്പോൾ എന്താണ് മൂന്നാമത്തെ ഫേസിൽ നമുക്ക് എന്താണ് ഒരു ഫണ്ട് അക്കൗണ്ട് തരുന്നു, എന്നിട്ട് അതിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നു, പ്രോഫിറ്റ് സ്പ്ലിറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സെയിം ഇതുപോലെ തന്നെ എന്താണ് 5%-ലും ഉണ്ട്. പക്ഷേ 5%-ൽ നമുക്ക് വരുന്നേക്കുന്ന പേരെന്ന് പറഞ്ഞാൽ ഹൈപ്പർ ഗ്രോത്ത് എന്നാണ്. ഹൈപ്പർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് 1 സ്റ്റെപ്പ് മെത്തേഡ്, അതായത് ഒരു എക്സാമേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത എന്താണ് ഫണ്ട് അക്കൗണ്ടാണ് തരുന്നത്. അതുപോലെ തന്നെ എന്താണ് അടുത്തതെന്ന് പറയുന്നത് ഹൈ സ്റ്റേക്ക് അക്കൗണ്ട്. ഓക്കെ, ഇതെന്ന് പറയുന്നത് 2 സ്റ്റെപ്പ് അക്കൗണ്ട്, അതായത് 2 എക്സാംസ് ഉണ്ട്. പിന്നെ ബൂട്ട് ക്യാമ്പ് എന്ന് പറയുന്നത് 3 സ്റ്റെപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്താണ് ഈ 2 ഫേംസിൽ വരുന്നത്. അപ്പം ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് 2 സ്റ്റെപ്പ് ചലഞ്ച് മാത്രമാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പം 1 സ്റ്റെപ്പ് ചലഞ്ചും പിന്നെ നമുക്ക് 3 സ്റ്റെപ്പ് ചലഞ്ചും ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാനപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു അക്കൗണ്ടിൽ, അതായത് ഇതിലിപ്പം ഈ ഫണ്ടിങ് പിപ്സ് അല്ലെങ്കിൽ ഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതാണ് നല്ല ഒരു ഫണ്ടിങ് ഫേംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും നല്ല ഫേംസാണ്. ഓക്കെ, അപ്പം രണ്ടും പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന ഫേംസാണ്. ഓക്കെ, അപ്പം ഇതിൽ മെയിനായിട്ടും വരുന്ന ഒരു കാര്യമാണ്, ഇതിലാണെന്നുണ്ടെങ്കിൽ എന്താണ് കുറേ റൂൾസ് കാര്യങ്ങളുണ്ട്. പിന്നെ എന്താണ് അതിൽ പൈസ, അതായത് ഫണ്ടിങ് നമുക്കിപ്പം വിഡ്രോവലും കാര്യങ്ങളുമൊക്കെ കുറച്ച്, അതായത് നമുക്ക് ഫെയിൽ ആവാനുള്ള പ്രോബിലിറ്റി വളരെ കുറവാണ് ഈ 2 ഫേംസ്. അതായത് നമുക്ക് പൈസ കിട്ടും. ഓക്കെ, വിഡ്രോവൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും. അപ്പോൾ അങ്ങനെ കുറച്ച് കൺഫർമേഷൻസ് ഉള്ള ഒരു 2 പ്ലാറ്റ്ഫോംസാണ് നമുക്ക് ഈ ഒരു ഫണ്ടിങ് പിപ്സും ഫയേഴ്സും വരുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസും ഇതിൽ ഉണ്ട് എല്ലാം. അതായത് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ്, ഫേമാണ്. പിന്നെ കസ്റ്റമർ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഓക്കെ, പിന്നെ ആക്ച്വലി ഇപ്പോൾ ഫണ്ടിങ് പിപ്സ് നമുക്ക് നേരത്തെ എന്താണ് MT5 എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. MT5 എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ് കോമൺലി എല്ലാവരും യൂസ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോം. ഓക്കെ, അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് എന്താണ് ഈ ഫണ്ടിങ് പിപ്സും ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതേപടി തന്നെ ഫയേഴ്സും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫണ്ടിങ് പിപ്സിൽ നമുക്ക് ഒരു 2% അക്കൗണ്ടിലെ ഒരു പ്രൈസും അതിൻ്റെ ഒരു റൂൾസും അതും ഇതും എല്ലാമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പം ആക്ച്വലി നമുക്ക് വരുന്നത് 2 സ്റ്റെപ്പ് മെത്തേഡാണ്. ഇതിൽ ഫണ്ടിങ് പിപ്സ് പ്രോ എന്ന് പറയുന്നത്, അതിൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി, ഇത് കണ്ടോ ഇവാലുവേഷൻ സ്റ്റേജിൽ നമുക്ക് വരുന്നതിൻ്റെ ആ ഒരു വ്യത്യാസമുള്ളൂ. ഇത് കണ്ടോ വീക്കിലി പേ ഔട്ടാണ് ഫണ്ടിങ് പിപ്സ് പ്രോയിൽ നമുക്ക് വരുന്നത്. പക്ഷേ എന്താണ് ഫണ്ടിങ് പിപ്സിൽ വരുന്നതോ മന്ത്ലി ചെയ്യാം, വീക്കിലി ചെയ്യാം, എല്ലാ ട്യൂസ്ഡേയിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് അങ്ങനെ വരുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് മെയിൻലി നോക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ 2 സ്റ്റെപ്പ് മെത്തേഡാണ്. 2 സ്റ്റെപ്പ് മെത്തേഡ് ഫണ്ടിങ് പിപ്സ്. ഇതാണ് നമ്മുടെ അക്കൗണ്ടിൻ്റെ സൈസ്. ഓക്കെ, 5K അക്കൗണ്ട് ഉണ്ട്, 10K അക്കൗണ്ട് ഉണ്ട്, 25K, 50K ആൻഡ് 100K. ഓക്കെ, ഈ K എന്ന് പറയുന്നത് ഡോളേഴ്സാണ്. ഓക്കെ, 5K എന്ന് പറഞ്ഞാൽ $5,000. $5,000 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നിയർലി നമുക്കൊരു 4 lakh റുപ്പീസിനടുത്താണ് നമുക്ക് ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു ക്യാപിറ്റൽ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, അപ്പം ഈ ഒരു ഫണ്ടിങ് എക്സാം നിങ്ങൾ ട്രേഡിങ് അത്യാവശ്യം സ്കില്ല് കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേമിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് ക്യാപിറ്റൽ ജനറേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത് നല്ലൊരു പ്ലാറ്റ്ഫോംസും നല്ലൊരു ഐഡിയയും കാര്യങ്ങളൊക്കെയാണ്. ടെക്നിക്കലി നിങ്ങൾക്കൊരു ട്രേഡിങ് സ്കില്ല് ഉണ്ട് എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നതെന്ന് പറഞ്ഞാൽ 2 സ്റ്റെപ്പ് മെത്തേഡ് ഫണ്ടിങ് പിപ്സ്. നമുക്ക് ഇപ്പം 25K, ഓക്കെ 25 അല്ലെങ്കിൽ വേണ്ട, നമുക്കൊരു 10K അക്കൗണ്ടിൻ്റെ ഒരു അനാലിസിസും കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഓക്കെ, 10K അക്കൗണ്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മെയിൻലി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഫേസ്. ഞാൻ പറഞ്ഞു 2 സ്റ്റെപ്പ് മെത്തേഡാണ്. അതിൽ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് ഫേസ്, സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് പ്രാക്ടീഷണർ, തേർഡ് ഫേസ് ആണ് നമുക്ക് എന്താണ് റിയൽ അക്കൗണ്ട് തരുന്നത്. ഇതിൽ ഫസ്റ്റ് ഫേസ് സ്റ്റുഡൻറ്റ് ഫേസിൽ നമുക്ക് ചെയ്യാൻ നമ്മുടെ അക്കൗണ്ടിൻ്റെ സൈസ് എത്രയാണ്? 10K ആണ് നമ്മുടെ അക്കൗണ്ടിൻ്റെ സൈസ്. ഓക്കെ, 10K അക്കൗണ്ടിൻ്റെ സൈസ്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഫേസിൽ ജനറേറ്റ് ചെയ്യേണ്ട ടാർഗറ്റ് എത്രയാണ്? 8%, നിയർലി $800 ആണ് നമുക്ക് ഫസ്റ്റ് ഫേസിൽ ജനറേറ്റ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഓവറോൾ മാക്സിമം ലോസ് എത്രയാണ് വരാനുള്ളത്? 10%, നിയർലി എത്രയാണ്? 10,000ൻ്റെ 10% പറഞ്ഞാൽ $1,000, $1K ആണ് മാക്സിമം നമുക്ക് ലോസ് വരേണ്ടത്.
ഓക്കെ, വരേണ്ടതെന്നല്ല, മാക്സിമം ലോസ് നമുക്ക് 10K, അതായത് സോറി 1K, 10Kയുടെ അക്കൗണ്ടിൽ 1K മാത്രമേ നമുക്ക് മാക്സിമം ലോസ്, അത് 1K കൂടുതൽ ലോസ് വന്നാൽ നമ്മുടെ അക്കൗണ്ട് ബ്രീച്ച് ആയിപ്പോവും. ബ്രീച്ച് ആയിപ്പോവും എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് കട്ടായിപ്പോവും, പിന്നെ നമുക്ക് ഈ അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ മാക്സിമം ഡെയിലി യൂസ്. മാക്സിമം ഡെയിലി യൂസ് എന്ന് പറഞ്ഞാൽ ഡെയിലി ലോസ് എന്ന് പറഞ്ഞാൽ 5%. അതായത് നമുക്ക് ഒരു ദിവസം മാക്സിമം ലോസ് വരുത്താൻ പറ്റുന്നതെന്ന് പറയുന്നത് എത്രയാണ്? 5%. അതായത് $500 നമുക്ക് ഒരു ദിവസം മാക്സിമം ലോസ് വരുത്താൻ പറ്റുള്ളൂ. ഇപ്പം ആദ്യത്തെ ദിവസം $500 വന്ന് രണ്ടാമത്തെ ദിവസം $500 വന്നു കഴിഞ്ഞാൽ എന്താണ്? ഓട്ടോമാറ്റിക്കലി നമ്മുടെ മാക്സിമം ഓവറോൾ ലോസ് ആയ 10% കവർ ആവും. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് എന്താണ്? ബ്രീച്ചായി പോകും. ഓക്കെ, ബ്രീച്ചായി പോകുമെന്ന് പറഞ്ഞാൽ കട്ടായി പോകും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് മിനിമം ട്രേഡിംഗ് ഡേയ്സ്. മിനിമം ട്രേഡിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് 3 ദിവസം നമ്മൾ ട്രേഡ് ചെയ്തിരിക്കണം. അതായത് സാധാരണ നോർമലി ഒരാൾ ചെയ്യുന്ന പോലെ, അതായത് ചുമ്മാ ട്രേഡിംഗ് അറിയാത്ത ഒരാൾ ചെയ്യുന്ന പോലെ, അതായത് ഗ്യാംബ്ലിംഗ് മൈൻഡോടെ ഇപ്പം മാർക്കറ്റ് മുകളിലോട്ട് കയറും, ഇഷ്ടം പോലെ ഫുൾ ക്വാണ്ടിറ്റിയിൽ ലോഡ് ഇടുന്നു, പെട്ടെന്ന് തന്നെ ഒരു $2000-$2500 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ പാസ്സായിട്ട് കാണിക്കത്തില്ല. ഓക്കെ, അതാണ്. പിന്നെ നമ്മളെന്താണ് മിനിമം 3 ദിവസമെങ്കിലും ട്രേഡ് ചെയ്തിരിക്കണം. അതായത് ചെറിയ ലോഡ് 0.01 ലോഡ് ഇട്ടെങ്കിലും നമ്മൾ എന്താണ് 3 ദിവസം ട്രേഡ് ചെയ്തിരിക്കണം. ലെവറേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1:100 ആണ്. ഓക്കെ, 1:100 ആണ് നമുക്കിത് കിട്ടുന്ന ലെവറേജ്. സെയിം ഇതേപടി തന്നെ നമുക്ക് എന്താണ് ഈ ഫസ്റ്റ് ഫേസ് നമ്മളിപ്പോൾ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് സെക്കൻഡ് ഫേസിലോട്ടാണ്, പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്താണ്? കുറവാണ്, ഇതിനെക്കാട്ടി കുറവാണ്. 5% നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്താൽ മതി. ലോസ് ആണെങ്കിൽ സ്റ്റിൽ എത്രയാണ്? 1K, $1000 സ്റ്റിൽ നമുക്ക് ഓവറോൾ ലോസ് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ മാക്സിമം ഡെയിലി ലോസ് എത്രയാണ്? 5. അതായത് നമുക്കിപ്പോൾ ഇങ്ങനെ നോക്കുക കഴിഞ്ഞാൽ എത്രയാണ്? സെക്കൻഡ് ഫേസിൽ 2:1. ഓക്കെ, 2 ലോസും വരാം. ഓക്കെ, 1 എന്ന് പറയുന്നത് എത്രയാണ്? പ്രോഫിറ്റ്. ഓക്കെ, ഇങ്ങനെയാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം നമ്മൾ 3 ദിവസം ട്രേഡ് ചെയ്തിരിക്കണം. ലെവറേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1:100. ഓക്കെ, ഇതാണ് നമുക്ക് സെക്കൻഡ് ഫേസിൽ വരുന്നത്. ഇനിയും തേർഡ് ഫേസിൽ വരുന്നത് നമ്മുടെ റിയൽ ഫണ്ടഡ് അക്കൗണ്ട്. ഇതിൽ നമുക്ക് എത്രയാണ്? ടാർഗറ്റിന് ലിമിറ്റും കാര്യമുള്ള, നമുക്ക് എത്ര വേണമെങ്കിലും ടാർഗറ്റ് ജനറേറ്റ് ചെയ്യാം. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? സെയിം, നമുക്ക് എല്ലാത്തിലും പോലെ 10% ആണ് ഓവറോൾ ലോസ് വരുന്നത്. ഡെയിലി ലോസ് എന്ന് പറഞ്ഞാൽ 5% കൂടാൻ പാടില്ല. ഓക്കെ, നമ്മൾ ഇതിൽ 3 ദിവസം അങ്ങനെ ഒരു ഇതില്ല, ബട്ട് നമ്മൾ 3 ദിവസമെങ്കിലും ട്രേഡ് ചെയ്തിരിക്കണം, എന്നിട്ട് നമുക്ക് പേ ഔട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ലെവറേജ് എന്ന് പറഞ്ഞാൽ 1:100 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൽ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് എത്രയാണ്? അക്കൗണ്ട് സൈസ് $10 വരുമ്പോൾ $66 എന്ന് പറയുന്നത് എത്രയാണ്? നിയർലി നമുക്കൊരു 6,000-7,000 റുപ്പീസിനടുത്താണ് നമുക്ക് ഈ ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്യാൻ വരുന്നത്. ഓക്കെ, 25Kയുടെ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ 25K $156, നിയർലി ഒരു 12,000, 13,000 ആ ഒരു റേഞ്ച്, 14,000 ആ ഒരു റേഞ്ചിൽ വരും. ഇപ്പോൾ US$ വാല്യൂ ചേഞ്ച് ആവുന്ന, ആ ഡോളറിൻ്റെ പ്രൈസ് ചേഞ്ച് ആവുന്നതനുസരിച്ചിരിക്കും നമുക്ക് ഈ ഒരു അക്കൗണ്ട് സൈസും കാര്യങ്ങളും എല്ലാം. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ പുതിയതായിട്ടാണ് ഒരു അക്കൗണ്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ 2 സ്റ്റെപ്പ് അക്കൗണ്ട് എടുക്കുക. പിന്നെ ജനറലി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ഒരു ടൈം ലിമിറ്റ് ഇല്ല. അതായത് നിങ്ങൾക്ക് എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും ട്രേഡ് ചെയ്യാം. ഓക്കെ, എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് 1 മന്ത് എടുത്ത് വേണമെങ്കിൽ ഇത് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാം. 2 മന്ത്സ് അല്ലെങ്കിൽ 2 ഇയേഴ്സ്, എത്ര നാൾ വേണമെങ്കിലും എടുത്ത് നിങ്ങൾക്ക് അങ്ങനെ, നമുക്ക് ഒരു ടൈം പീരീഡ് ഇല്ല. എത്ര നാൾ കൊണ്ടായാലും നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് അക്കൗണ്ട് ബ്രീച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കട്ടായി പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് വരുന്ന ഒരു കാര്യം. അപ്പോൾ എന്താ സെയിം നമുക്കിപ്പം ഫണ്ടിങ് പിപ്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ 5K, 10K, 25K, 50K, ഓക്കെ, 100K. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് അക്കൗണ്ട് വേണമെങ്കിലും എടുക്കാം. ഇപ്പം 5K അക്കൗണ്ടാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ $36 വരത്തുള്ളൂ. $36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഇന്ത്യൻ റുപ്പീസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3,500 റുപ്പീസിൽ നിങ്ങൾക്ക് എത്ര രൂപയുടെ അക്കൗണ്ടാണ് കിട്ടുന്നത്? $5K നിയർലി എത്രയാണ്? 3 to 4 lakh റുപ്പീസിൻ്റെ ഒരു അക്കൗണ്ടാണ് നിങ്ങൾ 3,000 രൂപ കൊടുക്കും കിട്ടുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു ട്രേഡിംഗ് സ്കില്ലും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ട്രേഡ് ചെയ്യുക, എന്നിട്ട് ഇൻകം ജനറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പം ക്യാപിറ്റലില്ല, ട്രേഡിങ്ങിൽ സ്കില്ലുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് എടുക്കുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ സ്കില്ല് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്തിട്ട് ഈ ഒരു ചലഞ്ചസ് പാസ്സാവുന്നുണ്ടോ എന്ന് നിങ്ങളുടെ ഒരു സ്കില്ല് ജനറേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഈ ഒരു ഫണ്ടിങ് പിപ്സിൽ ഇപ്പം നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് അല്ല. അപ്പം ഞാൻ
ഫണ്ടിങ് വിപ്സിൻ്റെ ഒരു റെഫറൽ ലിങ്കിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിനെക്കാട്ടിൽ പ്രൈസ് കുറവായിരിക്കും. ഓക്കെ, 5% ഡിസ്കൗണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം ഇതിൻ്റെ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഗ്രൂപ്പിൽ നിങ്ങളെ ജോയിൻ ചെയ്യിക്കുന്നതായിരിക്കും. ഓക്കെ, ഫോറക്സിൻ്റെ ഒരു ഗ്രൂപ്പിൽ, അതായത് എൻ്റെ വ്യൂ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൽ ഞാൻ നിങ്ങളെ ജോയിൻ ചെയ്യിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരു കോൾ റെക്കമെൻഡേഷനോ കാര്യങ്ങളൊന്നും അല്ല, നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിങ് കാര്യങ്ങളും എല്ലാം ഞാൻ എന്താണ് ആ ഒരു ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് ഫണ്ടിങ് വിപ്സിൻ്റെ 2 സ്റ്റെപ്പ് ചലഞ്ചിൻ്റെ കാര്യങ്ങളുമൊക്കെ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്താണ് വരുന്നത്, ഇതിൽ 5% എന്ന് പറഞ്ഞൊരു ഫണ്ടിങ് ഫേംസ് ആണ്. അപ്പം അതിൽ നിങ്ങൾക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഹൈപ്പർ ഗ്രോ എന്ന് പറഞ്ഞാൽ 1 സ്റ്റെപ്പ് അക്കൗണ്ടാണ്, ഹൈ സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ 2 സ്റ്റെപ്പ് അക്കൗണ്ടാണ്. അപ്പോൾ നമ്മൾ എന്താണ് 2 സ്റ്റെപ്പ് മെത്തേഡാണ് നമ്മൾ നോക്കുന്നത് കാര്യങ്ങളുമല്ല. ഓക്കെ, അപ്പം ഇതിൽ എന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇതിൽ നമുക്കിപ്പം നോക്കുമ്പോഴത്തേന് ഇതിൽ നോക്കുമ്പോഴത്തേക്കിന് 2 സ്റ്റെപ്പ് അക്കൗണ്ടിൽ ഇതിൽ നമുക്ക് വന്നേക്കുന്നത് എത്ര, 5K, 10K, 20K, 60K ആൻഡ് 100K. ഓക്കെ, അപ്പം ഇതിൽ രണ്ടിലും തമ്മിലുള്ളൊരു വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ 2 സ്റ്റെപ്പ് മെത്തേഡാണ് എടുത്തേക്കുന്നത്. ഇതിൽ നമുക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫയേഴ്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. ഓക്കെ, ഫയേഴ്സ് എന്ന് പറഞ്ഞ ഫേമാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഇതിൽ നമ്മളിപ്പോൾ സ്റ്റെപ്പ് 1, അതായത് ആദ്യത്തെ ഫേസിൽ നമുക്ക് വരുന്ന ഇതെന്ന് പറയുന്നത് മാക്സിമം ട്രേഡിംഗ് ഡേ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ എത്ര ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. മിനിമം ട്രേഡിംഗ് പ്രോഫിറ്റബിൾ ഡേയ്സ് എന്ന് പറഞ്ഞാൽ 3%. പക്ഷേ ഇതിൽ എത്രയാണ്, നിങ്ങൾക്ക് 5 ഇയേഴ്സിൽ 0.5% പ്രോഫിറ്റ് നിങ്ങൾ ഒരു 3 ദിവസം, അതായത് നിങ്ങൾ എടുക്കുന്ന ഏത് അക്കൗണ്ടാണോ ആ അക്കൗണ്ടിൻ്റെ 0.5% നിങ്ങൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം 3 ദിവസം. പക്ഷേ ഫണ്ടിങ് വിപ്സിൽ ആ ഒരു ഇതില്ല. ഫണ്ടിങ് വിപ്സിൽ നിങ്ങൾക്ക് ആകെ 3 ദിവസം മാത്രം എന്താണ് നിങ്ങൾ ട്രേഡ് ചെയ്താൽ മതി എന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ മാക്സിമം ലോസ് സെയിം അതേപടി തന്നെ. മാക്സിമം ഡെയിലി ലോസ് എന്ന് പറഞ്ഞാൽ 5%, മാക്സിമം ലോസ് 10%, പ്രോഫിറ്റ് ടാർഗറ്റ് 8%. പിന്നെന്താണ് നമുക്ക് ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ $39 ആണ്. ഈ ഒരു ഫസ്റ്റ് ഫേസ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് $5 അവർ റിവാർഡായിട്ട് തരും. ഓക്കെ, അത് കഴിഞ്ഞ് സെക്കൻഡ് ഫേസിലോട്ട് വന്നു കഴിഞ്ഞാലോ സെയിം അതേപടി തന്നെ നമുക്ക് എന്താണ് മാക്സിമം ലോസ് 5 വരുന്നു. പിന്നെ പ്രോഫിറ്റ് ടാർഗറ്റ് മാത്രം എത്രയാണ് 5 വരുന്നുള്ളൂ. പിന്നെ ഈ ഒരു 5% ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൊടുക്കുന്ന $39 ഫസ്റ്റ് ഫേസ് ക്ലിയർ ആയി കഴിഞ്ഞാൽ $5 കിട്ടുകയും ചെയ്യും. പിന്നെ എന്താണ് അതായത് ഫൈനൽ നിങ്ങൾക്ക് ഒരു ഫണ്ടഡ് അക്കൗണ്ട് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു $39 നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. ഓക്കെ, അപ്പം അത് ഇതിലൊരു അഡ്വാൻറ്റേജ് ആണ് 5%. ഓക്കെ, അല്ലാതെ റൂൾസ് എല്ലാം സെയിം ആണ് നിങ്ങൾക്ക് വരുന്നത്. ഇതിൽ പ്രോഫിറ്റ് ഷെയർ എന്ന് പറയുന്നത് 80 to 100%. നിങ്ങൾക്ക് 80%, പിന്നെ കമ്പനിക്ക് 20%. സെയിം നമുക്ക് ഫണ്ടിങ് വിപ്സിലാണെന്നുണ്ടെങ്കിൽ സെയിം ഇതുപോലെ 80 to 100%-നുള്ളിലായിരിക്കും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഷെയറും കാര്യങ്ങളും വരുന്നത്. ഓക്കെ, അപ്പം രണ്ടിലും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ 5%-ലാണെങ്കിൽ എന്താണ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. ഇതിൽ അവർ $39, മറ്റേതിൽ $36 വരുന്നുള്ളൂ. ഇതിലാണെങ്കിൽ ഫസ്റ്റ് ഫേസ് ക്ലിയർ ആയി കഴിഞ്ഞാൽ $5 കിട്ടും. ഇതിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫണ്ടഡ് അക്കൗണ്ട് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഈ കൊടുത്ത പൈസ മൊത്തം നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 10K അക്കൗണ്ട്. ഇപ്പം നിങ്ങൾക്ക് 5K അക്കൗണ്ടിൽ ഇപ്പം മിനിമം പ്രോഫിറ്റബിൾ 3 ഡേയ്സിൽ നിങ്ങൾക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 5K അക്കൗണ്ടാണ് നിങ്ങൾ എടുക്കുന്നതാണെങ്കിൽ 3 ഡേയ്സ് എത്രയാണ് $25, അതായത് 0.5% നിങ്ങൾ ഫിൽ ചെയ്യണം. അതായത് ടാർഗറ്റ് അച്ചീവ് ചെയ്യണം 3 ദിവസം. അപ്പോൾ അതായത് എത്രയാണ് $25 നിങ്ങൾ 5K അക്കൗണ്ട് എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ 25 അക്കൗണ്ടിന് കൂടുതൽ നിങ്ങൾ 3 ദിവസം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് എന്താണ് നമുക്ക് മാക്സിമം ട്രേഡ്, അതായത് നിങ്ങൾ എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾ എടുത്ത് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ 2 ദിവസം 3 ദിവസം കൊണ്ടൊന്നും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. ഓക്കെ, ട്രേഡ് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിൽ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ 3 എണ്ണവും വരുന്നത്. പിന്നെ നമുക്ക് ഈ 3 എണ്ണത്തിലും നമുക്ക് വരുന്ന, അതായത് ഇപ്പം അതായത് ഫണ്ടഡ് അക്കൗണ്ട് കിട്ടിയതിന് ശേഷം നമുക്ക് വരുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ എങ്ങനെ പൈസ വിഡ്രോ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റൈസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. റൈസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലുണ്ട്. പിന്നെ ക്രിപ്റ്റോ വാലറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിലും നമുക്ക് പൈസ കിട്ടുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് കിട്ടുന്നതാണ്. ഈ 2 പ്ലാറ്റ്ഫോമാണ് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 5%-ൻ്റെയും ലിങ്ക് കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ അതിലൂടെ ലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. $39 വരെ നിങ്ങളുടെ അതിൽ
അതിനെക്കാട്ടി കുറവായിരിക്കും, 5% ആയിരിക്കും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള പ്രൈസ് വരുന്നത്. ഓക്കെ, ഈ ഒരു ലിങ്കിലൂടെ ജോയിൻ ചെയ്താൽ ഞാൻ മാത്രമേ അങ്ങനെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ അല്ലാതെ നിങ്ങൾ ഈ ഒരു അക്കൗണ്ടിൽ കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് $39 തന്നെ പേ ചെയ്യേണ്ടിയിട്ട് വരും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. ഫോറക്സ് മാർക്കറ്റിൻ്റെ കൂടുതൽ വീഡിയോസുമായി ഞാൻ ഇനിയും ഡെയിലി വീഡിയോസ് റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും മാക്സിമം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഫണ്ടിങ് ടിപ്സും ഫണ്ടിങ് ഫയേഴ്സിൻ്റെയും റെഫറൽ ലിങ്ക് കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കയറി നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ ക്ലിയർ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ എൻ്റെ ഒരു ട്രേഡിംഗ് ഫോറക്സിൻ്റെ ഒരു ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിങ്ങളെ ഞാൻ ആഡ് ചെയ്യുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നിർത്തുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ ഫോറക്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ സ്ഥിരം ഇനിയും റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പുതിയതായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ, മാക്സിമം ഫ്രണ്ട്സിന്, അതായത് ഫോറക്സ് ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഈ ഒരു വാല്യുബിൾ ഇൻഫർമേഷൻസ് നിങ്ങൾ സെൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.